Hi guys, once again welcome back to another variety video of ട്രിപ്പ് വിത്ത് ഷിനിൽ. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളികളെയും രാജുവേട്ടൻ്റെ കാസാവർദ്ധയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടേക്കണത് നമ്മുടെ നാട്ടിൽ നിന്ന് യുവതീ യുവാക്കന്മാർ UK ഇറ്റലിയിലേക്കും ഇംഗ്ലണ്ടിലേട്ടൊക്കെ ചേക്കേറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് രാജുവേട്ടനാണ്. അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഏകദേശം കഴിഞ്ഞ 10-15 വർഷക്കാലം ഇറ്റലിയിൽ ജീവിച്ച് അവിടുത്തെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന രാജുവേട്ടൻ ഇന്നിതാ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ കുറുമശ്ശേരിയിൽ വന്ന് ഇറ്റലി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് ഇറ്റലി ഒന്നുമല്ല. പക്ഷേ ഇറ്റലിയിൽ അദ്ദേഹം പഠിച്ച ശുചിത്വം, അദ്ദേഹം പഠിച്ച ഫുഡ്, അദ്ദേഹം പഠിച്ച ഹോസ്പിറ്റാലിറ്റി എന്നിവ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് രാജുവേട്ടൻ ഇവിടെ കാസാവർദ്ദേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് ഇവിടെ ഉണ്ടാക്കിയേക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു എന്താണ് നേരം പോക്കാകില്ല. ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങളുടെ വീടുകൾ പണിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീടുകളുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫർണിച്ചറും ആ ഫർണിച്ചറിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക. ഞാൻ രാജുവേട്ടനെ പരിചയപ്പെടുത്തി തരാം. രാജുവേട്ടൻ അതിവിദഗ്ധനായിട്ടുള്ള ശില്പിയാണ്, ഹോസ്പിറ്റാലിറ്റി വിദഗ്ധനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൂമൊക്കെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ കാഴ്ചകളും ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു എന്താണ് വേസ്റ്റായിട്ടുള്ള കുറേ സാധനങ്ങൾ അത് വെച്ചിട്ട് അദ്ദേഹം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചേക്കാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് നോക്കിയാൽ കിടിലൻ ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളി ആംബിയൻസ് ആണ്. നമ്മൾ കുറുമശ്ശേരിയിലേക്ക് വന്നിട്ട് കുറുമശ്ശേരിയിൽ നിന്ന് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു വീടുള്ളത്. പുറമേ നിന്ന് നമ്മൾ കാണുമ്പോൾ ഇത് എന്തുട്ടാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയാൻ നേരത്ത് അടിപൊളിയാണ്. ചുറ്റിനും നിറയെ മരങ്ങളും ഗ്രീനിഷും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ കാസാവർദ്ദേ. അപ്പോൾ അത് നമ്മുടെ രാജുവേട്ടനുണ്ട്. രാജുവേട്ടൻ, ഇതാണ് നമ്മുടെ രാജുവേട്ടൻ. രാജുവേട്ടനെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വെൽക്കം ടു കാസാവർദ്ദേ. അപ്പൊ കാസാവർദ്ദേനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ. എന്താണ് കാസാവർദ്ദേ? കാസാവർദ്ദേ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എന്നാണ്, ഇറ്റാലിയൻ നെയിമാണ്. ഗ്രീൻ ഹൗസ് എന്നാണ് അർത്ഥം. നമ്മള് മലയാളത്തിൽ പച്ചിലക്കൂട് എന്നാണ് ഇട്ടിരിക്കുന്നത്. പച്ചപ്പിന്റെ എല്ലാവിധ ഗുണങ്ങളും ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇതാണ്. പച്ചപ്പിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു വീടാണ് ഇത്. ആ മരങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഐഡിയ ഇവിടെ കിട്ടിയത്. ഈ പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഉള്ള സ്ഥലം. ഗൈസ്, അപ്പോൾ രാജുവേട്ടൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പച്ചിലക്കൂടാണ്. നിറയെ പച്ചിലകൾ കൊണ്ട്, വൃക്ഷങ്ങൾ കൊണ്ട്, വൃക്ഷലതാദികൾ കൊണ്ട്, ചെടികൾ കൊണ്ട്, പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി പച്ചപ്പിന്റെ മേളമാണ് കാസാവർദ്ദേ. ഗ്രീൻ ഹൗസിലേക്കാണ് നമ്മൾ എത്തിയേക്കണം. രാജുവേട്ടന്റെ കാസാവർദ്ദേ, രാജുവേട്ടന്റെ ഗ്രീൻ ഹൗസ്. രാജുവേട്ടൻ ഇതിന്റെ പുറമെയുള്ള ആംബിയൻസ് ഒന്ന് കാണിച്ചു തരും. രാജുവേട്ടൻ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. രാജുവേട്ടൻ ഇപ്പൊ കാണിക്കാൻ പോണത് ഒരു 6 അടി വലുപ്പമുള്ള ചിതൽപുറ്റുണ്ടായിരുന്നു. പൂളിന്റെ ഭാഗമായിട്ട് ഈ ചിതൽപുറ്റിനെ മാറ്റേണ്ടി വന്നു. അങ്ങനെ മാറ്റേണ്ടി വന്നപ്പോൾ നമുക്കൊരു വിഷമായി. അപ്പോ ഇത് എങ്ങനെ അതിനെ ക്രിയേറ്റ് ചെയ്യാന്ന് ആലോചിച്ച് ഞാൻ അതിൽ മോൾഡ് ഉണ്ടാക്കി സിമെന്റിൽ ചെയ്തിരിക്കുന്ന അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. സെയിം ഹൈറ്റിലുണ്ടായിരുന്ന ചിതൽപ്പറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് വലിയ ഒരു പതപ്പ് തന്നെ പറയാം, അത് ഇട്ട് മോൾഡ് ഉണ്ടാക്കി അതിനുശേഷം അതിന്റെ മുകളിൽ സിമെന്റും റെഡ് ഓക്സൈഡും എല്ലാം മിക്സ് ചെയ്ത് ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. ഗൈസ്, അപ്പോൾ ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ചിതൽപുറ്റിന്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് സംഭവം വന്നേക്കണം. പക്ഷേ ഇത് തൊട്ട് നോക്കിയാൽ കണ്ട ഇതൊരു ശരിക്കും സിമെൻ്റ് ആണ് കേട്ടോ. സിമെൻറ്റ് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ ഇത് മോൾഡ് കണ്ട ഇതുമേലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലാണ്. പക്ഷേ നാച്ചുറലി ആരെങ്കിലും വന്ന് നോക്കിയാൽ അത് കറക്റ്റ് ചിതൽപുറ്റിൻ്റെ അതേ ഫീലാണ്, അതേ സ്റ്റൈലിൽ അതുപോലെ തന്നെ ഇരിക്കേണ്ട. ശരിക്കും ഒരു ചിതൽപുറ്റ് എങ്ങനെയാണോ അതേ സ്റ്റൈലിൽ തന്നെയാണ് രാജുവേട്ടൻ അതിനെ റീക്രിയേറ്റ് ചെയ്തേക്കണം. ഇനിയും രാജുവേട്ടൻ്റെ അത്ഭുതങ്ങൾ ഇനിയും കാണാൻ കിടക്കുകയാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോയാൽ ഇനി അത്ഭുതങ്ങളുണ്ട്. ഗൈസ്, അപ്പോൾ എൻ്റെ പുറകിൽ ഈ കാണുന്നത് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മരങ്ങളാണ്. നമുക്ക് ശരിക്കും അത് വേസ്റ്റ് ആയിട്ടുള്ള മരങ്ങളാണ്. ഞാനും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് കൊത്തിക്കീറി കത്തിക്കാൻ ഉപയോഗിക്കും, വേറെ ഒന്നിനും ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ അത് കളയും. പക്ഷേ രാജുവേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു എന്താണ് ഒരു ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിയാണ്. ഇത് കണ്ട രാജുവേട്ടന് ഇവിടെ അതെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് രാജുവേട്ടനൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫേസാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഏകദേശം ഒരു സിംഹത്തിന്റെ ഒരു സ്റ്റൈലിലേക്കാണ് സംഭവം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തേക്കിന്റെ വേരാണ്. അത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. സമയത്തിന്റെ പരിമിതി മൂലം അങ്ങനെ പകുതിയായിട്ട് നിൽക്കുകയാണ്. സമയം കിട്ടുന്നതനുസരിച്ച് വീണ്ടും ചെയ്യണമെന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ സമയപരിമിതി കൊണ്ട് നമുക്ക് ആർട്ടിലേക്ക് കൂടുതലങ്ങ് ഇത് ചെയ്യാൻ പറ്റില്ല.
എന്നിരുന്നാലും സ്വന്തം വീടായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി. സ്വന്തം വീട്ടിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്താലും പാകപ്പിഴ വന്നാലും പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റേതായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിച്ചു. ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നമുക്ക് കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ ഞാനൊരു സാധനം കണ്ടതാണ്. ഇന്നിപ്പോൾ രാജുവേട്ടൻ പെട്ടെന്ന് കാണിച്ചു തന്നാണ്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായ? ഇത് ശരിക്കും നമ്മുടെ റൂഫിൽ വെള്ളം വരുന്ന ഹോളുണ്ടല്ലോ, വെള്ളം വരുന്ന ഹോളിൽ നിന്ന് സാധാരണ നമ്മുടെ ആൾക്കാരൊക്കെ ഒരു ചെയിൻ ഇടാറാണ് പതിവ് അല്ലേ? ഒരു ചെയിൻ വെറുതെ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ അതുമേ കൂടിയാണ് വെള്ളം വരണത്. ഇവിടെ രാജുവേട്ടൻ കണ്ട ഒരു കുപ്പിയാണിത് അല്ലേ? പെയിന്റിന്റെ ഹാർഡനർ, വാർണിഷിന്റെ അതിന്റെ ഹാർഡനർ വരുന്ന ഇതാണ്. അലൂമിനിയം ആണ്, ഒരിക്കലും നശിക്കില്ല. ഇതൊരു പൂ പോലെ ഉണ്ടാക്കിയിട്ട് ഇതുമേൽ ഇങ്ങനെ കൊളുത്തി നിർത്തിയേക്കാണ്. അപ്പൊ ശരിക്കും വെള്ളം വരാൻ നേരത്തെ ഉണ്ട് ഇതുമ്മ തട്ടിയിട്ട് ഇത് ഇങ്ങനെ തെറിക്കും. നല്ല രസമായിരിക്കും, നല്ലൊരു കാഴ്ചയായിരിക്കുള്ളൂ. മാത്രമല്ല ഇതൊരു പൂവിന്റെ ഒരു സ്റ്റൈലാണ് നിർമ്മിച്ചത്. ഇതുണ്ടത് കറക്റ്റ് ഒരു ശരിക്കും ഒരു താമരയുടെ ഒക്കെ പോലെ ഉണ്ട്. ഒരു പൂവിന്റെ ഒരു സ്റ്റൈലിലാണ് നിർമ്മിച്ചേക്കണം. ഇത് വളരെ എന്താണ് നമ്മൾ മൈന്യൂട്ടാണെന്ന് ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ വീട്ടിലേക്ക് വരുമ്പോൾ രാജുവേട്ടൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുമ്പ് ഷോ കണ്ട ഒരുപാട് ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട്. ആ ഒരു ഭാഗത്ത് ഒരു പൂള്, അതുപോലെ ഈ ഭാഗത്തേക്ക് വരാൻ നേരത്തെ ഒരു ടേബിള്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നേരത്തെ നിറയെ ഗാർഡനാണ്. ഗൈസ്, അപ്പോൾ ഞാനും രാജുവേട്ടനും കൂടി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പോയാണ്. അപ്പോൾ ഒരു സംഭവം കണ്ടു. ഇതെന്താ രാജുവേട്ടൻ? ഇത് ഇവിടെ അടുത്ത് കാട് വെട്ടിയതാണ്. അപ്പൊ നടന്നു പോകുമ്പോ കാലില് തടഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി ഒന്ന് ഒരു മാറ്റം വരുത്തിയ എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാ, ഒരു ചെറിയ പരീക്ഷണം. അപ്പോ അത് ഇങ്ങനെയായി. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് ചെയ്യുമ്പോൾ കുറെ കൂടി ബെറ്റർ ക്രിയേഷനിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജുവേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് കൂരിയിട്ട് അടിപൊളിയാണ്. ഒരു എൻട്രൻസ് ഒക്കെ കാണുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. വുഡിൻ്റെ ഒരുപാട് വർക്കുകളുണ്ട്. ഇതൊക്കെ രാജുവേട്ടൻ ചെയ്തേക്കണല്ലേ? ഓക്കെ, ഇതൊക്കെ രാജുവേട്ടൻ ചെയ്തേക്കണ വർക്കുകളുണ്ട് ഈ കാണുന്നതൊക്കെ. ശരിക്കും രാജുവേട്ടൻ അടിപൊളി ഒരു നല്ലൊരു ശില്പി തന്നെയാണ്. രാജുവേട്ടൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ഞാൻ ഹോബിയായിട്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതല് സെൽഫ് ഡെവലപ്പ് ചെയ്താണ്. വീടിന്റെ വഴിയിലൂടെ ഒരു പുതിയ വഴി വീതി കൂട്ടുന്ന ഒരു അവസരം വന്നപ്പോ ഒരു വേര് അതിനകത്ത് കിട്ടി. അത് ഞാൻ കഴുകി വെച്ച് അതിൽ നിന്നുള്ള ഒരു തുടക്കമാണ്. അപ്പോ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് തനിയെ കമ്പി അടിച്ച് നമ്മൾ ഉളി ഉണ്ടാക്കി ചെറിയൊരു മാറ്റം പറ്റി കഴിഞ്ഞപ്പോൾ അത് ആളുകൾക്കൊക്കെ കുറെ കൂടി അട്രാക്റ്റീവ് ആയി. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം. പിന്നെ ഞാൻ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മുൻപ് ചെയ്തതിനേക്കാളും കുറെ കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ നമുക്കതൊരു മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു സമയം കളയാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ നമുക്ക് തരാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്രകൃതിയിൽ വേസ്റ്റ് ഇല്ല, എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഇതാണ്. പക്ഷെ എല്ലാം സൂക്ഷിച്ചു വെക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാത്തിനെയും മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ പലതും എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഈ വീട് ഒരു ദിവസം നിങ്ങളുടെയും കൂടി വീടാക്കി മാറ്റാം. അതാണ് നമ്മുടെ ഇത്. ഞാൻ പൂർണ്ണമായിട്ട് സന്തോഷിക്കുന്നതാണ്. ഈ വീട്ടിൽ എത്രയും നേരം ഇരുന്നാലും എനിക്ക് ബോറിംഗ് ഇല്ല. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കും ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. ഗൈസ്, അപ്പോൾ ഒരു ഹോം സ്റ്റേയിലും ചെന്നാലും ചിലപ്പോൾ ഒരു ഹോസ്റ്റും ഇങ്ങനെ പറയില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ വീട് ഒരു ദിവസം നമ്മൾ ബുക്ക് ചെയ്യണത് എത്ര ദിവസമൊക്കെയാണോ അത്രയും ദിവസമൊക്കെ നമ്മുടെ വീടാണ്. നമ്മുടെ വീടായിട്ട് കണക്കാക്കണം എന്നാണ് രാജുവേട്ടൻ ഇവിടെ പറയണത്. ഓരോ ഗസ്റ്റ് ഇവിടെ വന്ന് കയറുമ്പോൾ ആതിഥേയൻ അതിഥിയെ വരവേൽക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് രാജുവേട്ടൻ ഇവിടെ എല്ലാ ഗസ്റ്റുകളെയും എല്ലാ അതിഥികളെയും വരവേൽക്കുന്നത്. അതിഥികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അത്ഭുതങ്ങൾ രാജുവേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ നമ്മൾ വന്ന് കയറുമ്പോൾ കാണുന്ന അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഒരു കൊത്തുപണികൾ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് ഉറങ്ങിക്കിടക്കുന്ന അനേകം സ്കില്ലുകളുണ്ട്. പക്ഷെ അതിനെ ചെത്തി മിനുക്കി എടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നാണ് കാസ വെർദെ എന്ന് പറഞ്ഞ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ആതിഥേയനായ രാജുവേട്ടൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഓരോ സ്കില്ലുകളുണ്ട്. അതിനെ പഠിച്ചെടുക്കണമെന്നും രാജുവേട്ടൻ ഇനി വരുന്ന ഓരോ കാഴ്ചകളിലും നമ്മൾ ഓർമ്മിപ്പിക്കും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സംഭവം? ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. മഹാഗണിയുടെ കായയുടെ ആ ഷെല്ലാണ്, മറ്റേ പുറന്തോട് അത് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഞാൻ കളർ ചെയ്തു. അത് നാച്ചുറൽ ആയിട്ട് അങ്ങുള്ളത് നാച്ചുറൽ ആയിട്ടാണ്. ഇവിടെ ഉണ്ട് സംഭവം അല്ലേ?
മഹാഗണിയുടെ മഹാഗണിയുടെ മറ്റേ കായയുടെ സ്കിന്ന് അല്ലേ? അതെ. അതുപോലെ തന്നെ മുളം തൊണ്ടുകള്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അടിയിൽ തെങ്ങാണ്, പിന്നെ കയറുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിലെനിക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത്, ഇവിടെ കിളി നാച്ചുറലായിട്ട് കിളി കൂട് കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ താഴെ ഇരുന്നത് ചെയ്യുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ഈ കിളിയും കൂട് കൂട്ടിക്കൊണ്ടിരുന്നു. ആദ്യമെല്ലാം വന്ന് ഒരു പ്രാവശ്യം കൂട് വെച്ചു, അപ്പോ അത് കുഞ്ഞു വിരിഞ്ഞു പോയി. വീണ്ടും ഞാനിവിടെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പക്ഷികൾ വന്ന് നിന്ന് കുറെ വട്ടം പറന്നു, ഞാനവിടെ തന്നെ ഇരുന്ന് ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവരും കൂട് ഉണ്ടാക്കാൻ തുടങ്ങി. രണ്ടാമത് ചെയ്ത കൂടാണിത്. രണ്ട് കൂടുണ്ട്. ശരിക്കും രണ്ട് കിളികളുടെ കുഞ്ഞ് വന്ന് പറന്നു പോയി അതിനകത്ത് ഈ ഒരു സംഭവം നടക്കുമ്പോ. അതെ. ഗൈസ്, അപ്പതേ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ രാജുവേട്ടന്റെ കാസ വെർദയുടെ ഉള്ളിലേക്ക് പോയാണ്. ഉള്ളിലേക്ക് പോകുമ്പോ തന്നെ ഉണ്ട് ഒരു ഹാൻഡിലൊക്കെ നിർമ്മിച്ചേക്കണത് ഒരു മയിലാണ് അല്ലെ? മയിലിനെ കൊത്തി ഉണ്ടാക്കിയൊക്കെയാണ് രാജുവേട്ടൻ. അപ്പൊ രാജുവേട്ടന് വളരെ ധൈര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വീടായതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാം അല്ലെ? പക്ഷെ ഇത് വളരെ അപ്പീലിംഗ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലെവലിൽ തന്നെയാണ് സംഭവം ചെയ്തേക്കണം. അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഇത് വേസ്റ്റ് ആയിട്ട് നമ്മൾ മരം കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വേസ്റ്റ് കട്ടകളും എല്ലാം മാറ്റി വെച്ചിരുന്നു. ആശാരി ഇത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അങ്ങ് ബോധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ മുകളിൽ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. പിന്നെ ഇത് തന്നെ ചെയ്തു, മൊത്തം അത് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോ കണ്ട ഓരോ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ശരിക്കും മരപ്പണിക്കാരൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേസ്റ്റ് വന്ന ബീഡിങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ്. ആ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ പുള്ളി കൊണ്ടുവന്നേക്കാണ്. ശരിക്കും ഇത് ഓവറോൾ വെച്ച് നോക്കുമ്പോൾ അതിനൊരു ആ ഒരു എൻട്രൻസിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇത് സംഭവം ഇത് കാണുമ്പോൾ സ്റ്റോളാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ പെയിന്റ് ബക്കറ്റാണ്. ഇത് പെയിന്റ് ബക്കറ്റാണ് കേട്ടോ. ഇത് 14 ഞാൻ ചെയ്തിട്ടുണ്ട്. 14. ഇത് ഇരിക്കാനും പറ്റൂല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പെയിന്റ് ബക്കറ്റ് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാട്ടാ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയാൽ ഇനിയും അത്ഭുതങ്ങളുണ്ട്. ഇതൊക്കെ രാജുവേട്ടൻ ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ രാജുവേട്ടന്റെ വീടിന്റെ ഉള്ളിലേക്ക് വന്നേക്കാണ്. ഇത് കണ്ട അടിപൊളി കേട്ടാ. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടാക്കിടിലും വീടാണ്. ശരിക്കും ഏതൊരു ഗസ്റ്റ് വന്നാലും അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വീട് തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ കലാവിരുദ്ധാണ് നമ്മൾ ഇനി കാണാൻ പോണത്. ഞാൻ ആക്ച്വലി ഇറ്റലിയിൽ നിന്ന് ഒരു വെള്ളിയുടെ രൂപം കൊണ്ടുവന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒന്ന് കുറച്ച് നമ്മുടെ ക്ലൈമറ്റിൽ അത് അത്ര ഇതല്ല. കുറെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് കളറിൽ ചേഞ്ച് ഒക്കെ വന്നു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച് എന്നാൽ തനിയെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് തടിയെടുത്ത് ചെയ്തു. അപ്പോൾ ഒരുവിധം സംതൃപ്തി കിട്ടി. അപ്പോൾ അങ്ങനെ അത് തന്നെ വെച്ചു. അപ്പോൾ അതിനൊരു പരിവൃത്തം വേണമെന്ന് വിചാരിച്ചു. ആ പരിവൃത്തം ഉണ്ടാക്കാനായിട്ട് ഉണ്ണി എന്ന് പറഞ്ഞ അയിരൂരുള്ള ഒരു ആശാരി കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ കാണുന്നത് തേക്കിന്റെ വേരാണ്. ഒറ്റ വേര് തന്നെയാണ്. അത് ഞാൻ തനിയെ ചെയ്തതാണ്. രൂപവും നമ്മൾ തനിയെ ചെയ്തതാണ്. ഒരു ഫാമിലി കൺസെപ്റ്റ് ആണ് ഇവിടെ എന്ന് പറഞ്ഞല്ലോ. അതിനകത്ത് ഇതും നമ്മൾ മൃഗങ്ങളുടെ ഒരു ഫാമിലിയാണ്. ആനയുടെ കുടുംബം ഈ വശത്തും അങ്ങ് വശത്തും ഒരു മാനിന്റെ കുടുംബമുണ്ട്. ഇതും പോളിഷ് ചെയ്തിട്ടില്ല. ശരിക്കും അൺഫിനിഷ്ഡ് ആണെന്ന് പറയാം വേണമെങ്കിൽ. ഒരു കലയും അവസാനിക്കുന്നില്ല. വീണ്ടും വീണ്ടും നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇത് പെയിന്റിംഗ് അല്ല, ഇത് നെയ്ത്താണ്. ഇത് ഞാൻ ചെയ്തതല്ല. ഇത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാധനം ഇതാണ്. നെയ്ത്താണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ടേബിളാണ് ഗൈസ്. അപ്പൊ രാജുവേട്ടൻ തള്ളിക്കൊണ്ടും വരുന്നത് ഒരു ടേബിളാണ്. പക്ഷെ ആ ടേബിളുമേല് ഇനിയും ഒരുപാട് ചില അത്ഭുതങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ കണ്ട ഒരു മരത്തിൻ്റെ ഒരാകൃതിയാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് ആ ഡിസൈനാണ് പുള്ളി എല്ലാത്തമ്മലും ചെയ്തേക്കണത്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ വീട്ടിൽ അഡീഷണലായിട്ട് നമുക്ക് ടേബിളൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്ന ലെവലിലാണ് രാജുവേട്ടൻ ചെയ്തേക്കണം. രാജുവേട്ടൻ തന്നെ കാണിച്ചു തരും. ഇതേ നമ്മുടെ ടേബിൾ നമ്മുടെ മുമ്പിലെത്തിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ടേബിളാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലൊക്കെ കണ്ട പുള്ളി ചെയ്തേക്കണത് മൊത്തം ചെറിയ ചെറിയ മരം അല്ലെ, മരത്തിൻ്റെ പീസ് ഒട്ടിച്ചേക്കാണ്. പക്ഷെ അതിനുള്ളിലൊന്നും പുള്ളി ഫില്ല് ചെയ്തിട്ടില്ല. ഇവിടുത്തെ എല്ലാ വർക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അൺഫിനിഷ്ഡ് ആണ് അല്ലേ. എല്ലാം പുള്ളിയുടെ ചെറിയ ചെറിയ സമയം, ഗസ്റ്റ് പോയി കിട്ടുന്ന ചെറിയ സമയത്ത് പുള്ളി ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെ ഇത് നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കാം. താഴത്തേക്ക് മടക്കി വെക്കുന്നതിനോടൊപ്പം ഇവിടെ ഈ ഒരു ടേബിളിൻ്റെ ചുറ്റിനും ഉപയോഗിക്കാൻ പറ്റിയ 10 ചെയർ അതിൻ്റെ അടിയിലുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരാൻ നേരത്ത് നമുക്ക് അഡീഷണലായിട്ട് ടേബിൾ വേണമെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇത്രയും സ്പേസ് പോകില്ല. നമുക്ക് ചിലപ്പോൾ തോന്നുന്നു നമ്മുടെ വീട്ടിൽ 2 ടേബിൾ കിടക്കണ കാരണം ഒരുപാട് സ്പേസ് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് നമുക്കിങ്ങനെ മടക്കി വെക്കാം, അപ്പുറത്തെ വശത്തും മടക്കി വെക്കാം. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് മുകളിലായിട്ട് നിൽക്കുള്ളൂ. ഇതിൻ്റെ അടിയിലാണെങ്കിൽ ചെയറല്ല ഇതിൻ്റെ അടിയിൽ കയറും. അപ്പോൾ അത്രക്കും ഒരു എന്താ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രാജുവേട്ടൻ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അത്ഭുതങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് ഇതാക്കും. അതെ, രാജുവേട്ടൻ ഇപ്പോൾ അത് മാറ്റാൻ പോയാണ് അല്ലേ, രാജുവേട്ടൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നേരത്തെ വിടർത്തി വെച്ചേക്കായിരുന്നു. ആ വിടർത്തി വെച്ചേക്കണ ടേബിള് പുള്ളി അതിൻ്റെ വണ്ണം കുറയ്ക്കണം. കണ്ടതേ, അത് ഇതാക്കി ഇനി ഇത് ഇപ്പുറത്തെ വശവും കൂടി പുള്ളി അതുപോലെ തന്നെ ആക്കുകയാണ്. കണ്ടതേ, കണ്ടാ ഇപ്പം നമ്മുടെ ടേബിൾ കണ്ടാ വെറും ചെറിയൊരു ടേബിളായിട്ട് ചുരുങ്ങി എന്നുള്ള പ്രത്യേകത കണ്ടാ. ഇനിയിപ്പോൾ അത് അടിയിലേക്ക് നേരെ ആക്കിയാണ്. കണ്ടാ, അപ്പം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ ഒരു സംഭവം. പക്ഷേ എന്താണെന്ന് അറിയില്ല. ശരിക്കും ഇതൊരു മാജിക്കാണ് കേട്ടോ. നമുക്ക് രാജുവേട്ടൻ്റെ ഓരോ മാജിക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. ചെറിയൊരു സംഭവം കണ്ടത് നമ്മുടെ അരിപ്പെട്ടി, പണ്ട് അമ്മാമ്മമാരുടെ അരിപ്പെട്ടിയില്ലേ, അതുപോലത്തെ ഒരു അരിപ്പെട്ടിയാണ്. പക്ഷേ ആ അരിപ്പെട്ടിയുടെ 2 സൈഡിലുള്ള ആ മൂടി ഒന്ന് മുകളിലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടേബിളായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ കണ്ടോ ഇവിടെയൊക്കെ എല്ലായിടത്തും രാജുവേട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞേക്കണ കുറേ കാര്യങ്ങൾ കേട്ടോ. അന്ത്യത്താഴം ഒരു 30 വർഷം മുൻപ് ചെയ്തിട്ടുള്ള വർക്കാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു ട്രെയിനിങ് പീരീഡിൽ. ആ സമയത്ത് സമയം കളയാൻ വേണ്ടി ചെയ്ത ഒരു വർക്കാണ്. പ്ലാവിന്റെ തടിയില ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കളറ് ചെയ്തില്ല, പോളിഷ് ചെയ്തില്ല. പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടില്ല, ഒരു ഡിമ്മായി പോകും. അപ്പോൾ അത് കാരണം അതേ ഇതിൽ തന്നെ ലൈറ്റിലാണ് അത് കിട്ടുന്നത്. പക്ഷേ അന്ന് ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നും തന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടർന്നു പോകും, ഇത്രയും വർഷം പഴക്കമുള്ള തടിയായതുകൊണ്ട്. അപ്പോൾ എല്ലാ ഇതിലും കുറവുകൾ ഒക്കെ ധാരാളം ഉണ്ടാവും. ഞാനിത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതിൻ്റെതായ കുറവുകൾ ഇതിൽ കാണും. സാധനം ക്ഷമിക്കുക. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ സന്തോഷം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാം, മറ്റുള്ളവരും കാണുമ്പോൾ സന്തോഷിക്കുക എന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഒരു അസറ്റായിട്ട് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ രാജുവേട്ടൻ വിനയാന്വിതനായിട്ടാണ് പറഞ്ഞതെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ രാജുവേട്ട ഇത് അസലായിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നിങ്ങൾ കണ്ടവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സമയം കളയാനായിട്ടും അല്ലെങ്കിൽ പുള്ളിയുടെ ഏകാന്തത ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തേക്കണം. പക്ഷേ ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഒരു ട്രെയിനിങ്ങോ ഒരു പഠനമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ശിഷ്യത്വം ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ പ്രയത്നം തന്നെയാണ്, ഒരു രക്ഷയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും കാണുന്ന ഐഡിയാസ് അദ്ദേഹം അതിനെ മനസ്സിലേക്ക് എടുത്ത് അദ്ദേഹം ചെയ്തു വെച്ചു എന്ന ഒരു രീതി അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഹോളാണല്ലോ. ഈ ഹോളിൽ നിന്ന് നമ്മുടെ ഒരു പാർട്ടീഷൻ ഏരിയയാണ് ഈ വരുന്നത്. ഇവിടെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. പക്ഷേ ഈ പാർട്ടീഷനെ നമ്മൾ എന്ത് ചെയ്യും, വേണമെങ്കിൽ കുറേ പൈസയൊക്കെ ചിലവഴിച്ചൊരു സാധനം ചെയ്യും. പക്ഷെ അദ്ദേഹം ചെയ്തേക്കണണ്ട, വീടിനടുത്തുള്ള മുള ചെത്തി എടുത്തിട്ട് അതിങ്ങനെ പിടിപ്പിച്ച് ചെറുതും വലുതുമായിട്ടുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് അതൊരു വിൻഡോ ഒക്കെ എടുത്തു. കണ്ടോ, അതിങ്ങനെ മൊത്തം കവർ ചെയ്ത് അദ്ദേഹം അതിനൊരു ഡിസൈനാക്കി കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ശരിക്കും പാഴ്വസ്തുവായിട്ട് കിടക്കുന്ന ഓരോ സംഭവത്തിനെയും അദ്ദേഹം വളരെ ക്രിയേറ്റീവായിട്ട് വളരെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ സംഭവമാക്കി മാറ്റിയേക്കണം. ഇതേ നമ്മുടെ വീടിൻ്റെ ഒക്കെ പുറകിൽ കിടക്കുന്ന ഒരു തേങ്ങ, ആ തേങ്ങനെ എടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹം എന്നെ നോക്കുന്നുണ്ടാന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പുള്ളിയുടെ മുഖം ശരിക്കും കണ്ണ് നമ്മളെ നോക്കുന്നുണ്ടാന്ന് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അടിയിലേക്ക് വരുമ്പോൾ കണ്ട പൂവ്, ഇതൊക്കെ വെറും കൊന്നത്തടി, ചീമക്കൊന്നയാണ് ഇരിക്കണം. ചീമക്കൊന്നനെ അദ്ദേഹം വളരെ രസകരമായിട്ടുള്ള ഒരു പൂവാക്കി മാറ്റി. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല, അതൊക്കെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു അടിപൊളിയായിട്ടാ നമ്മൾ വന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കെടാക്കിടിലെ ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത അതിമാരകമായിട്ടുള്ള ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഗൈസ്, അപ്പത്തേ നമ്മുടെ കാസ വെർദയുടെ മുകളിലുള്ള റൂംസാണ് നമ്മൾ കാണാൻ പോണ. അപ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസപ്ഷൻ്റെ മുകളിൽ കൂടിയുള്ള ഈ സ്റ്റെയർ കേഴ്സ് കടന്ന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗസ്റ്റിന് താമസിക്കാനുള്ള ഏരിയ മൊത്തം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവർ അറേഞ്ച് ചെയ്തേക്കണം. പിന്നെ ഈ സ്റ്റെയർ കേഴ്സ് കയറുമ്പോൾ തന്നെ കണ്ട ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ രാജുവേട്ടൻ്റെ
കൊത്തുപണിയും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ കണ്ട അവിടെ ശരിക്കും ഒരു നമ്മുടെ തേങ്ങയുടെ ഒരു കവർ ഉപയോഗിച്ചിട്ട് തേങ്ങയുടെ സ്കിൻ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കണ ഒരു സംഭവമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം കാണുമ്പോഴേ കണ്ട ഇവിടെ ഒരു റോസാപ്പൂ ഉണ്ടാക്കി വെച്ചേക്കണുണ്ട്. ഈ റോസാപ്പൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊതുകിൻ്റെ മറ്റേ നെറ്റാണ് കേട്ടോ. ആ നെറ്റിൽ നിന്നാണ് പുള്ളി ഇതിനെ പിടിച്ച് ഒരു റോസാപ്പൂ ആക്കിയേക്കണം. ഭയങ്കര ക്രിയേറ്റീവാണ് കേട്ടോ. ഇവിടുത്തെ കെയർടേക്കറിൻ്റെ ഒരു സ്പെഷ്യൽ കപ്പാസിറ്റിയാണ് ക്രിയേറ്റിവിറ്റി. ഇനിയും ക്രിയേറ്റിവിറ്റി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ക്രിയേറ്റിവിറ്റി ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് റൂമിലേക്ക് പോയാണ്. അതെ, അതിൻ്റെ മുകളിൽ കണ്ട ഒരു കിളി വന്നിട്ട് കൂട് കൂട്ടിയേക്കാണ്. ശരിക്കും ഒരു കാസാവെർദ എന്നുള്ള ഒരു പേര് നിലനിർത്തുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും. നമ്മളപ്പോൾ അതേ മുകളിൽ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തണം. ഇവിടെയാണ് നമ്മുടെ ഗസ്റ്റിന് താമസിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഗസ്റ്റിന് ഇരിക്കാനുള്ള ഒരു ടൈം പാസിനുള്ള ഒരു ഏരിയ ഉണ്ടാകും. ഇതെല്ലാം ചെയ്തേക്കണത് ഭയങ്കര ഒരു രസകരമായിട്ടാണ്. ഇതൊക്കെ നമ്മുടെ രാജുവേട്ടൻ്റെ ആർട്ടാണ്. ആ അറ്റത്തേക്ക് ചെല്ലണമെങ്കിൽ കണ്ട അവിടെ ഒരാൾക്ക് ഇരുന്ന് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചിരിക്കാനുള്ള ഒരു സംഭവം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലായിടത്തുള്ള ഒരു ഫർണിച്ചറാണ്. പക്ഷേ ഈ ഭാഗത്തേക്കുള്ള ഫർണിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും കാണാത്ത വേറൊരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ഫർണിച്ചറാണ്. ഈ ഒരു ഹോം സ്റ്റേയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പെക്കൂളിയർ ടൈപ്പാണ്. എല്ലാം രാജുവേട്ടൻ്റെ സ്പെഷ്യൽ ടച്ചിൽ വിരിഞ്ഞിരിക്കുന്ന എക്യുപ്മെൻറ്റ്സും ഫർണിച്ചറുകളും ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കണം. അതുകൊണ്ട് തന്നെ ഇതൊന്നും വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല. രാജുവേട്ടാ, ഈ ഒരു ഫർണിച്ചറിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ഇത് വേരിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ടോപ്പിലുള്ള സാധനം പണ്ട് കാളത്തേക്കെന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതായത് കാളേനെ പൂട്ടി വെള്ളം കോരി നനയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ കപ്പി ആണ് ഇതിന്റെ മുകളിലിരിക്കുന്ന ഭാഗം. അത് ഞാൻ സെന്റർ അടച്ചേക്കണതാണ്. അതിന്റെ ഒരു കപ്പിയിൽ നിന്ന് 5 എണ്ണം നമുക്ക് കിട്ടാം. 5-6 പീസ് കിട്ടായിരുന്നു. ആ പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അത്ര പഴയ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അതിന് നമ്മളൊരു വയസ്സായ സ്ത്രീയുടെ പടം അത് കൊത്തിയത് ആ പഴവേന നിലനിർത്താൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് എല്ലാം കണ്ടെയ്നർ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ഇത് വഞ്ചിയുടെ ആകൃതിയാണ്. കൂടാതെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എടുത്ത് വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓരോ ഷെൽഫാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനുള്ളിൽ സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാം അല്ലേ? ഗൈസ്, അപ്പതേ നമ്മൾ ഈ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി കൂടി വന്നു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് പൂള് നല്ല ഒരു രസമായിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ കുളിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ അതിനകത്ത് കളിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമുണ്ടാകും. നല്ല രസമായിട്ട് പൂള് നല്ല തെളിഞ്ഞ് നല്ല നീല വെള്ളത്തിൽ കിടക്കണ ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ശരിക്കും ഇത് വരുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിൽ നമ്മളെന്തെങ്കിലും കളികളിലൊക്കെ ഏർപ്പെടും. ഇപ്പോൾ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീട്ട് കളിക്കാം, ചെസ്സ് കളിക്കാം, ക്യാരംസ് കളിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് അന്താക്ഷരിയൊക്കെ കളിക്കാൻ നേരത്ത് നമുക്ക് ഒരു കണ്ണ് നമ്മുടെ പൂളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ മയിലിൻ്റെ അല്ലേ, സെയിം മയിലിൻ്റെ ആ ഒരു പിടിയുണ്ട്. ആ പിടി കടന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വീണ്ടും പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിൽ ഇനിയും കുറേ അത്ഭുതങ്ങളുണ്ട്. ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഒരു ലോബി പോലത്തെ ഒരു ഏരിയ ഉണ്ട്. കയറി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെയും ഒരു ലോബി പോലെ നമുക്ക് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാം. അവിടെയും 19 പേര് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സ്ഥലം വേണം ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും ആൾക്കാർക്ക് ഇരിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ലോബി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 സൈഡിലായിട്ടാണ് റൂം വരുന്നത്. ഇവിടെ ഒരു ഫാമിലി റൂം, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫാമിലി റൂം. അപ്പോൾ നമുക്കൊന്ന് റൂമൊന്ന് പോയിട്ട് നോക്കാം. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ റൂം വരുന്നത്. കണ്ടോ, റൂമിൻ്റെ ഒരു ആംബിയൻസാണ് ഈ കാണുന്നത്. ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസാണ്. നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച് നല്ല ക്ലിയർ ആക്കി നിർത്തിയേക്കുന്ന ഒരു ആംബിയൻസാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയാണ്. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നത് കണ്ടത്. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്നത്. കിഡിലും മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, ഒരു രക്ഷയില്ല. അതിസുന്ദരമായിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണിത്. ഭയങ്കര രസമായിട്ടാണ്. വലിയൊരു കിങ് സൈസ് ബെഡ്, 2 സൈഡിലും ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഏരിയ. ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് കബോർഡിൻ്റെ ഉള്ളാണ് ഈ കാണുന്നത്. ഉള്ളൊക്കെ കണ്ട ഒരു രക്ഷയില്ല. അതെ, ഇതിൻ്റെ എന്താണ് മിറർ തന്നെ ഉണ്ടോ? മിറർ ഇതിൻ്റെ ഉള്ളിലാണ് ഫിറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് കബോർഡ് തുറന്നു കഴിഞ്ഞാലാണ് മിറർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം. കണ്ടാതെ ഇതൊക്കെ നല്ല അടിപൊളി ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ് കണ്ടോ? ബെഡിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പം നമ്മുടെ
രാജുവേട്ടൻ കാണിക്കും. ഇതാണ്ട ബെഡ് ഉയർത്താം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എക്സ്ട്രാ പില്ലോസും ബെഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് അവർ വെക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നിങ്ങൾ വീടൊക്കെ പണിയാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താണ് ബെഡൊക്കെയാണ് നമ്മൾ പണിയേണ്ടത്. ഈ ബെഡൊക്കെ പണിയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കൂടി നമുക്ക് ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഗൈസ് അപ്പോൾ ഇത് കണ്ട ബെഡൊക്കെ നല്ല കിങ് സൈസ്, നല്ല അടിപൊളി, നല്ല സൂപ്പർ ബെഡാണ് കേട്ടോ. നല്ല പഞ്ഞിപ്പൊക്കെ ഉള്ള ബെഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല AC ഉണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണി ഉണ്ട്, ചെറിയൊരു ബാൽക്കണി അല്ലേ, നല്ലൊരു ബാൽക്കണിയാണ്. ആ ബാൽക്കണി തന്നെ കണ്ട ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ പൂള് നന്നായിട്ട് കാണാൻ പറ്റൂടാ. നമ്മുടെ പൂളാണ് പുറകെ കാണുന്നത്. അതുപോലെ തന്നെ നല്ല മരം ഉണ്ടാ. ഇപ്പം കാസബർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചിലക്കൂട് എന്നാണ് പറയുക. അപ്പോൾ ആ കൂടിൻ്റെ എല്ലാ ചാരുതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു എന്താണ് നട്ട്മക് മരം, ജാതി മരത്തിൻ്റെ ഒരു മുമ്പിലാണ് നമ്മുടെ ഈ ഒരു ഇതെന്ന് അവസാനിക്കണം. അടിയിലാണെങ്കിൽ നല്ല ഫ്ലോർ മാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കിടിലും ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടതേ നമ്മുടെ സ്വിമ്മിംഗ് പൂള് നല്ല രസമായിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികളോ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ കുളിക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നോക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്, നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. ഗൈസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇനി മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വരുന്നത് നമ്മുടെ വാഷ് ബേസിൻ ഏരിയയിലേക്കാണ്. ഈ ഒരു ഫാമിലിക്ക്, അതായത് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിലും ഈ ഒരു റൂമിലൊക്കെ ആയിട്ട് കഴിയുന്ന ഫാമിലിക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ടവല് കാര്യങ്ങൾ, നല്ല ഷെൽഫ് എല്ലാം ഇവിടെ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ലൊരു ആമ്പിൾ സ്പേസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു റൂമിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്പേസ് ഉള്ളൊരു ഏരിയയാണ്. ആ സ്പേസിൽ കൃത്യമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നല്ല വലിയ ഹോട്ടലുകളിലും റിസോർട്ടിലൊക്കെ കൊടുക്കുന്നത് പോലെ നമ്മുടെ ഹെയർ ഡ്രയർ, അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഐറ്റ്നറീസ്, പിന്നെ നമ്മുടെ ബാത്തിങ് ടവല്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയും നല്ല രസമായിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ആമ്പിൾ സ്പേസാണ്, ഒരു രക്ഷയില്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്ക് ടോയ്ലറ്റും കൂടി കാണാം. നല്ല ഇറ്റാലിയൻ സ്റ്റൈലിൽ ചെയ്തേക്കണ ടോയ്ലറ്റൊക്കെ ഉണ്ടാ, ഒരു രക്ഷയില്ല. ടോയ്ലറ്റൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ടോയ്ലറ്റാണ് കേട്ടോ. ഭയങ്കര ഒരു ശരിക്കും നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യും അല്ലേ രാജേട്ടാ? ഒരു എന്താണ് കൊടുക്കുന്ന പൈസക്ക് എന്താണ് വർത്താവുന്ന ലെവലിലാണ് നമ്മുടെ കാസബർദയിലെ ഓരോ കാര്യങ്ങളും കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു സവിശേഷതയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ടോയ്ലറ്റിലെ വാഷ് ബേസിൻ. നല്ല ക്ലിയർ ആട്ടോ, നല്ല വേറൊരു ലെവലാണ്. മുകളിൽ ഗ്ലാസ്സാണ്, ഗ്ലാസ് കിട്ടേക്കണ ഒരു വാഷ് ബേസിനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഇത് ബാത്തിങ് കുബിക്കിൾ കണ്ടോ. ബാത്തിങ് കുബിക്കിൾ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ മറച്ചിട്ട് കുളിക്കാം. അപ്പോൾ ബാത്തിങ് കുബിക്കിളായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് തെറിക്കില്ല. ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ടബ് അവൈലബിൾ ആണ്. ബാത്തിങ് ടബ് വേണമെങ്കിൽ ടബ് അവൈലബിൾ ആണ്. നല്ല കിടിലൻ ടബാണ് കേട്ടോ. പിന്നെ നമ്മുടെ രാജുവേട്ടൻ, അതായത് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-20 വർഷമായിട്ട് നമുക്ക് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ ടോയ്ലറ്റൊക്കെ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ബിഡേറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ യൂറോപ്പിലൊക്കെ ലേഡീസ് അവരുടെ പാഡും അതുമൊക്കെ ശുചിയാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഭയങ്കര ഒരു ഹൈഫൈ സ്റ്റൈലിലാണ് നമ്മുടെ ടോയ്ലറ്റ് തന്നെ നിശ്ചയമായിട്ടും പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു ഫാമിലി റൂമിൽ ശരിക്കും ഇപ്പം നമ്മൾ കണ്ടപ്പോൾ എത്ര പേർക്കാ ഒരു 2 ആൾക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫാമിലി റൂമാണ് നമ്മൾ കണ്ടത്. അവിടെ 2 പേർക്കാണ് താമസിക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഫാമിലി റൂമിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണിക്കണം. ഇതുണ്ട് അതെ. അതുപോലെ തന്നെ ഇതൊരു ഷെൽഫാണ് ഉണ്ടാവേ. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ആ സാധനം ഇങ്ങോട്ട് മറിച്ച് കഴിയാൻ നേരത്തെ കണ്ട. ഇതാണ് വേറൊരു കോട്ട് കണ്ട, വേറൊരു കോട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഫാമിലി റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പേർക്കാണ് താമസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോൾ 2 പേർക്കും കൂടി താമസിക്കാം. ഇനി ഇവിടെ കോട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ എന്താണ് വെറുതെ ഒരു ഷെൽഫ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഇവിടെ കോട്ടുണ്ട്. അപ്പോൾ 2 2 4 5 6 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണിത്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ റൂം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ റൂമിലേക്ക് വന്ന് കയറാൻ നേരത്ത് ഇത് രണ്ടും അങ്ങോട്ട് മറിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആമ്പിൾ സ്പേസ് കിട്ടും. നമുക്ക് കളിക്കാനും ചിരിക്കാനും. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡേ ടൈമിന് ഇത് അങ്ങോട്ട് മടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടി കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ രാത്രി കിടക്കാൻ വരാൻ നേരത്ത് നമുക്കിത് അങ്ങോട്ട് താഴത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കിടക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു വളരെ
സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം, അതിനെ വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തേക്കാണ് രാജുവേട്ടൻ. അത് ഈ ഒരു സിസ്റ്റം, അതായത് നിങ്ങൾ വീടൊക്കെ പണിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നുകൂടി ഒന്ന് മറിച്ച് നോക്കും. ഇത് ഇങ്ങോട്ട് മറിച്ച് വെച്ചാൽ ശരിക്കും നമുക്കിത് അവിടെ ഒരു എന്താണ് ബെഡ് ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഓക്കെ, ഒരിക്കലും നമുക്ക് തോന്നാത്ത ലെവലിൽ ആണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ട, ഇതൊരു ഡിസൈനായിട്ട് ശരിക്കും ഒരു ഷെൽഫായിട്ടേ ഫീൽ ചെയ്യുള്ളൂ, ഒരിക്കലും ഒരു ബെഡായിട്ട് ഇത് ഫീൽ ചെയ്യില്ല. പക്ഷേ ഇത് ശരിക്കും ഒരു ബെഡാണ്. അതായത് അതും കൂടി രാജുവേട്ടൻ ഇപ്പം അതും കൂടി ഒന്ന് മറിച്ച് വെക്കാൻ പോയിരുന്നു. കണ്ടാ, ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് മറിച്ച് വെക്കാൻ പറ്റും. കണ്ട, അത് ഷെൽഫാണത്. ആ ഷെൽഫിൻ്റെ ആ ഒരു സാധനം നമുക്ക് താഴത്തേക്ക് ഇടാം. കണ്ട, അത് താഴത്തേക്ക് ഇട്ട് കഴിയാൻ നേരത്ത് അടിയിലുള്ള ഒരു ഷെൽഫ് മാത്രമായിട്ട് നിൽക്കും. അവിടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റിംഗ് ടേബിൾ, അവിടെ തന്നെ പ്ലഗ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് താഴത്തേക്ക് ഇതാക്കാം. അപ്പോൾ ഒരുപാട് സ്പേസായി. ഇനി പിള്ളേരൊക്കെ ഓടിക്കളിക്കുമ്പോൾ ഇത് വീഴോന്ന് ഇടിക്കോന്ന് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കളിക്കാനായിട്ടും രാത്രി കാലങ്ങളിൽ നമുക്ക് കിടക്കാനായിട്ടും സാധിക്കുന്ന ഇതുപോലത്തെ ഒരു റൂമും കൂടി അപ്പുറമുണ്ട്. ഇതൊരു റൂമാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ തന്നെ ഡിക്റ്റോണ് ഇനി അപ്പുറത്തെ റൂമായിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഫാമിലി റൂമിൽ നിന്ന് നമ്മളിത് ഈ ഒരു ലിവിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് അടുത്ത ഫാമിലി റൂം വരുന്നത്. അപ്പം നമ്മൾ ആ ഫാമിലി റൂമിൽ കണ്ട അതേ ഡിക്റ്റോ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഷെൽഫ് പോലത്തെ ഇതാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ബെഡാണ്. ഇവിടെയും നമ്മുടെ ഷെൽഫ് പോലത്തെ സംഭവമുണ്ട്. ഇത് നമ്മുടെ ബെഡാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവിങ് റൂം, ഫാമിലി റൂം ഇതുണ്ട്. ഇവിടെ കോമൺ വാഷ് ബേസിൻ ഏരിയ. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ റൂം കണ്ടത്. ഈ റൂമിനും നേരത്തെ നമ്മൾ അവിടെ കണ്ടതുപോലെ ഇത് മുകളിലേക്ക് ഉയർത്തി ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ അടിയിൽ തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റൊക്കെ കിട്ടും കേട്ടോ. നല്ല രസമായിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഒരു ബാൽക്കണിയും കാര്യങ്ങളും. ഇവിടെ നമുക്ക് നട്ട്മക്ക് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റിന് നട്ട്മക്ക് മരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഗൈസ്, അപ്പോൾ നമ്മൾ 2 ഫാമിലി റൂം കാണിച്ചു. അപ്പോൾ 2 ഫാമിലി റൂമും കൂടി ഏകദേശം 12 ആൾക്ക് നല്ല സുഖമായിട്ട് കഴിയാട്ടെ. ഇനി ഇത് ലിവിങ് റൂമാണ്. പക്ഷേ ഈ ലിവിങ് റൂമിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സോഫയാണ് ഈ കാണുന്ന. ഈ സോഫയും നമുക്ക് എന്താണ് ബെഡാക്കി മാറ്റാന്നാണ് നമ്മുടെ രാജുവേട്ടൻ പറയണത്. കണ്ടതേ, നോക്കിയേ, ഇതൊരു ബെഡായി മാറി. നേരത്തെ ലിവിങ് റൂമിൽ നമ്മൾ കണ്ട ആ ഒരു സംഭവമാണ് ഇത്. ഒരു സോഫയായിട്ട് നമ്മൾ കണ്ട സംഭവമാണ്. അതിനതേ ഒരു ബെഡാക്കി രാജുവേട്ടൻ മാറ്റാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് റൂമിലും നമ്മുടെ 2 ബെഡ്, നേരത്തെ കണ്ട സോഫ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബെഡാക്കി കഴിഞ്ഞു. ഇവിടെ ഏകദേശം ഒരു 6 പേർക്ക് കിടക്കാം. അവിടെ 6 പേർക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ 6 പേര് കിടക്കാം. അപ്പോൾ 6 3 18 പേർക്ക് നല്ല സുന്ദരമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ എന്താണ് ഒരു ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ 18 പേർക്കും അല്ലെങ്കിൽ 20 പേർക്കും 25 പേർക്കും ഒരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ വളരെ കംഫർട്ടബിളായിട്ട് പറ്റും. ഇവിടെ രാജുവേട്ടൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ എഴുതാനോ പിടിക്കാനായിട്ടൊക്കെ പറ്റുന്ന സംഭവം. പിന്നെ ഇത് ഇരുമ്പാണ്. പക്ഷേ ഇരുമ്പാണെന്ന് തോന്നില്ല. അതിന് പറ്റുന്ന ലെവലിൽ മുളയുടെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നോക്കി, ഈ ഭാഗമൊക്കെ നോക്കി, മൊത്തം ഒരു വുഡൻ പരിപാടിയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഇവിടെയൊക്കെ നമ്മുടെ മറ്റേ നമ്മൾ ആ ഒരു ഡൈനിങ്ങിൻ്റെ അവിടെ കണ്ട ആ മുള വെച്ച് ചെയ്തേക്കണ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്ത് പോയേക്കാണ്. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ഇവിടെയൊക്കെ കണ്ട ഇത് മൊത്തം ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് ഇവിടേക്ക് ഇരുന്നിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് പോകും. ഇതിൻ്റെ ഒരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് ഇതേ അടിയിലൊരു ക്ലിപ്പാണ് ഉണ്ട്. അതെ, ഇതങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് പോകുന്നു. അവിടെ അതെല്ലാം ഇങ്ങനെ നിരത്തി വെക്കാൻ പറ്റുന്ന ലെവലിൽ സൂപ്പറാണ്. ഒരു രക്ഷയില്ല. ഇത് ഇവിടെ വരാൻ നേരത്തെ കണ്ട ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പെയിൻറ്റിൻ്റെ ബാസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കണ ആ സ്റ്റൂള്, അതുപോലെ അവിടെ സോഫ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പേർക്ക് താമസിക്കാമെന്നാണ് രാജുവേട്ടൻ പറയണത്. നേരത്തെ നമ്മൾ അവിടെ കണ്ടത് ഒരു 6 3 18 പേർക്ക് അവിടെ കഴിയാമെന്നുണ്ടെങ്കിൽ ഇവിടെയും ഏകദേശം ഒരു 6 പേർക്ക് കഴിയാമെന്നാണ് രാജുവേട്ടൻ കാണിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നേരത്തെ നമുക്കിവിടെ ടേബിൾ തികയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ആ മതിലിനോട് ചേർത്ത് വെച്ചേക്കണം. കണ്ട, ആ മതിലിനോട് ചേർത്താണ് ആ ടേബിൾ വെച്ചേക്കണം. ഇനി ആ ടേബിൾ വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും എഴുതാം.
ഒരു 4 പേർക്കൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്നിട്ട് എഴുതാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ കണ്ട. ഈ ടേബിൾ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് കണ്ടാ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ഒരു ടേബിൾ അവിടെ, ഒരു ടേബിൾ ഇവിടെ, ഒരു ടേബിൾ ഇവിടെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 പേർക്കൊക്കെ ഒരുമിച്ചിരുന്നു. അവിടെ ഒരു ടേബിൾ, ഇവിടെ ഒരു ടേബിൾ, ഇവിടെ ഒരു ടേബിൾ, പിന്നെ ഇവിടേക്ക് ഇരുന്ന് നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആംബിയൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയേ, ഇവിടുത്തെ മുളയുടെ ഉള്ളിലാണ് ഇത് പിടിപ്പിച്ചേക്കണം. നോക്കിയേ കണ്ട, ഇത് ലൈറ്റ് പിടിപ്പിച്ചേക്കണം. നോക്കിയേ, ഒരു മുളയാണത്, ആ മുളയുടെ ഉള്ളിലായിട്ടാണ് പിടിപ്പിച്ചേക്കണം. ഇനി ഒരു അത്ഭുതവും കൂടി ഉണ്ട്, അതും കൂടി നമ്മളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ രാജുവേട്ടനെ ഞാനൊന്ന് സഹായിക്കണം. അപ്പോൾ ഞാൻ രാജുവേട്ടനും കൂടി ഇപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ടേബിളാണ് ഇവിടെ വരുന്നത്. ആ ടേബിൾ നമ്മളിത് മടക്കി വെക്കുകയാണ്. മടക്കി വെച്ചതിന് ശേഷം ഇനി ഇവിടെ വേറൊരു സംഭവം വരാനുണ്ട്, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജുവേട്ടൻ വരുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലിപ്പ് ഇതാക്കിയിട്ട് നമ്മൾ അമർത്തി വെച്ച് ഇതെങ്ങനെ നമ്മൾ വലിച്ചെടുക്കണം. കടാ, ഇതൊരു ടേബിൾ, ഇതൊരു കട്ടിലായിട്ട് മാറി. കണ്ടാ, ഇതൊരു അടിപൊളി കട്ടിലായി. കണ്ടാ, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടില്, ഇവിടെ ഒരു കട്ടില്, ഇനി അപ്പുറത്തും ഒരു കട്ടിലും കൂടി ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടാ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 കട്ടില് ഈ ഒരു ഭാഗത്ത്, 1, 2, 3, 2 പേര് വെച്ച് കിടന്നാൽ തന്നെ ഇവിടെ 6 പേർക്ക് കിടക്കാം. ഇവിടെ 6 പേർക്ക് കിടക്കാം, അവിടെ 6 പേർക്ക് കിടക്കാം, അതിനുള്ളിൽ 6 പേർക്ക് കിടക്കാം. അപ്പോൾ 6 4 24 പേർക്ക് അല്ലെങ്കിൽ 30 പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇവിടെ. ഇനിയും എക്സ്ട്രാ ബെഡൊക്കെ വേണമെങ്കിൽ ഇവിടെ നിലത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ കിടന്നു കഴിഞ്ഞാലും വളരെ കംഫർട്ടബിളായിട്ട് 30 പേരുടെയൊക്കെ ഗ്രൂപ്പിന് വളരെ കംഫർട്ടബിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിക്കാൻ പറ്റിയ എല്ലാ എന്താണ് ആക്ടിവിറ്റീസും കൂടി കൂടിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ ഈ ഒരു കോമൺ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇനി സെപ്പറേറ്റ് ഒരു ബാത്റൂം ഉണ്ട്, അതുപോലെ ഒരു ടോയ്ലറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടുത്തെ ഒരു ബാത്റൂമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇതേ നമ്മളിത് തുറക്കുകയാണ്, ബാത്റൂമിലേക്ക് കയറുകയാണ്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ഇറ്റാലിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ കൂടി ചെറിയൊരു നല്ലൊരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാസ വെർദ എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. ഇത് വരുന്നത് കുറുമശ്ശേരിയിലാണ്. കുറുമശ്ശേരി നമ്മുടെ അന്നമനട ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വരാൻ നേരത്തെ ഈ സ്ഥലത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ് കുറുമശ്ശേരി. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം, ആലുവ, തൃശ്ശൂർ ഇതിൻ്റെയൊക്കെ ഒരു സെൻട്രൽ പോയിൻ്റാണ് കുറുമശ്ശേരി. ഇവിടെ നിന്ന് ചെറായിക്ക് അധികം ദൂരമില്ല. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട, മാള അങ്ങനെയുള്ള ഭാഗത്തോട്ടൊക്കെ ഒന്നും അധികം ദൂരമില്ലാത്ത വളരെ കാമാൻകോയറ്റായിട്ട് ഇപ്പോൾ നോക്കിയാൽ അവിടെയൊക്കെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. കിളികളുടെ ശബ്ദവും പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പും ആ ഒരു ശാന്തതയൊക്കെ അനുഭവിച്ച് ജീവിക്കാനായിട്ട് വരുന്ന ഒറ്റ ഫാമിലി ആയാലും അല്ലെങ്കിൽ അറമാദിച്ച് അടിച്ചു പൊളിക്കാൻ വരുന്ന 30 പേരടങ്ങുന്ന ഗ്രൂപ്പിനായാലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ പ്ലേസാണ് അല്ലെങ്കിൽ ഹോം സ്റ്റേ ആണ് നമ്മുടെ കാസ വെർദെ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം നോക്കി നടത്തുന്നത് നമ്മുടെ രാജുവേട്ടൻ ഒരു അത്ഭുത മനുഷ്യനാണ്. ഒരു സമയവും വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ രാജുവേട്ടൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇന്ന് ഞങ്ങൾക്ക് നല്ല ഒരു എന്താണ് പാസ്ത, ഇറ്റാലിയൻ പാസ്ത, പ്രോൺസ് പാസ്ത ഉണ്ടാക്കി തന്നു. കിടിലനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ ഫുഡും അങ്ങനെ. അതുപോലെ തന്നെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇവിടുത്തെ എന്താണ് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന നമ്മുടെ ചീരയൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ചേമ്പിൻ്റെ ഇലയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല ഫുഡ്, രാത്രി നല്ല ഫുഡ്, സൂപ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാസ വെർദയിൽ വരാം, കാസ വെർദെ എൻജോയ് ചെയ്യാം. ഒരു രക്ഷയില്ല. തീ എന്നൊക്കെ പറയില്ലേ നമ്മൾ യങ്സ്റ്റേഴ്സ്, തീ എന്നൊക്കെ പറഞ്ഞ പോലത്തെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സൂപ്പർ ഹോം സ്റ്റേ ആണ് കാസ വെർദെ.
വെറുതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. രാജുവേട്ടൻ്റെ പാസ്ത, അതുപോലെ തന്നെ ചേമ്പല കൊണ്ടുള്ള പുതിയ വിഭവങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശില്പചാതുരിത്യം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ പല പല കണ്ടൻറ്റുകളായിട്ടൊക്കെ ഇടും. അപ്പോൾ രാജുവേട്ടൻ നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരെ ഗുഡ് ബൈ.